ചത്ത പച്ച. ആദ്യമേ പറയാം, ഇത് മലയാളത്തിലൊരു സൈലന്റ് ഇടി ബാങ്കർ ആവും. അമ്മാതിരി ഇടിമുഴക്കായിരിക്കും ഈ ഒരു ഐറ്റം. എനിക്ക് പേഴ്സണലി പടം ഭയങ്കര വർക്കായി. ഇതിനകത്ത് 1-2 ഫാക്ടേഴ്സ് എനിക്ക് വളരെ ലോ ആയിട്ട് തോന്നിയാലും ബാക്കി 99% പടം വേറെ റേഞ്ച് മൂഡാണ് എനിക്ക് പേഴ്സണലി തിയേറ്ററിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അദ്വൈത് നായർ ഡയറക്ടർ, അദ്വൈത് നായരും പിന്നെ സനൂപ് തൈക്കുടുമാണ് ഇതിൻ്റെ റൈറ്റിംഗ് പോർഷൻ ചെയ്തിട്ടുള്ളത്. അർജുൻ അശോകൻ, റോഷൻ മാത്യു, വിശാഖ് നായർ, ഇഷാൻ ഇവരൊക്കെയാണ് ഇതിൻ്റെ സെൻട്രൽ ക്യാരക്ടേഴ്സായിട്ട് ലീഡുകളായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ക്യാമിയോ മമ്മൂക്ക, അത് ഓൾറെഡി ഔട്ട് ആയതുകൊണ്ട് ഇനി പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പം പടത്തിൻ്റെ തുടക്കം തന്നെ വരുന്നത് ഒരു നൊസ്റ്റാൾജിയയ്ക്ക് തള്ളിയിടുകയാണ് നമ്മൾ. എസ്പെഷ്യലി 90s കിഡ്സിനെ നൊസ്റ്റാൾജിയയ്ക്കാണ് തള്ളിയിടുകയാണ്. ബ്രോക്ക് ലെസ്നർ, റോക്ക്, നമ്മളെ ജോൺ സീന, അണ്ടർടേക്കർ, കെയ്ന്, ബിഗ് ഷോ വൈബിക്ക് കൊണ്ടുപോയിടും. ഒരു രക്ഷയില്ല. ഒരു ഫസ്റ്റ് തന്നെ കുറച്ച് ഷോർട്സ് ഉണ്ട്. ഈ കുട്ടികൾ തമ്മിൽ അടിച്ചിട്ട് കട്ടിൻ്റെ മുകളിൽ നിന്ന് ചോക്ക് സ്ലാം അടിച്ച് കട്ടിന് പൊളിയുന്ന സാധനം. എൻ്റെ മോനെ, ഇതൊക്കെ ഞാൻ പറഞ്ഞു 90s കിഡ്സിന് ഇതൊന്നും മറക്കാൻ പറ്റില്ല. എനിക്കിത് ഒട്ടും മറക്കാൻ പറ്റില്ല. കാരണം ഞാനൊക്കെ ഇതിങ്ങനെ ബെഡിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം നമ്മുടെ കസിൻസിൻ്റെ ഒക്കെ കളിച്ച ആ ഒരു ഫീലിൽ അങ്ങോട്ട് തുടങ്ങുകയാണ് പടം തുടങ്ങുന്നു. പടം തുടങ്ങിയിട്ട് അർജുൻ അശോകിൻ്റെ ക്യാരക്ടർ മെല്ലെ മെല്ലെ റിവീലായി വരുന്നു. ലിറ്റിൽ എന്ന് പറഞ്ഞാൽ ഈശാൻ ചെയ്ത ക്യാരക്ടർ ആദ്യം തന്നെ ഇതിൻ്റെ നറേഷനും ബാക്കി കാര്യങ്ങളൊക്കെ ഈശാൻ്റെ ക്യാരക്ടറിലൂടെയാണ് പോകുന്നത്. ഇവരെ മൂന്നാളെയും കോമൺ ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഇതിൽ വാൾട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള മമ്മൂട്ടിയുടെ ക്യാരക്ടർ. അപ്പോൾ അതിൻ്റെ ഒരു പാസ്റ്റ് ആദ്യം തന്നെ നമുക്ക് പറഞ്ഞു വെക്കുകയാണ് ഇവർ. പിന്നെ അതിനുശേഷം പ്രസൻറ്റിലൂടെ കഥ പോകുമ്പോൾ ഈ റെസ്ലിംഗ് ആംബിയൻസിലാണ് ഈ കഥ മുന്നോട്ട് അവർ കൊണ്ടുപോകുന്നത്. ആ റെസ്ലിംഗ് ആംബിയൻസ് ക്രിയേറ്റ് ആവാൻ ഇവരുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് കുറേ ആഡ് ആവുന്ന കുറേ ആൾക്കാരുണ്ട്. അതിലാണ് നമ്മളുടെ ഒനീൽ സാബുവിൻ്റെ അനിയനൊക്കെ ഉള്ളത്. ഇതിലെ ഏറ്റവും വലിയ എൻ്റർടൈനർ ഈ പടത്തിൽ ഈ ചെക്കനാട്ടാ. ഒരു രക്ഷയില്ല. നല്ല ഫ്യൂച്ചറുള്ള ചെക്കനാണ് ഒനീൽ സാബുവിൻ്റെ ബ്രദർ. എക്സെപ്ഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളി. ചെക്കൻ്റെ ഓരോ കൗണ്ടേഴ്സും ഓരോ നിപ്പും നോട്ടൊക്കെ ഉണ്ടല്ലോ, നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ നല്ല കിണ്ണനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആർട്ടിസ്റ്റായിട്ട് ഈ ചെങ്ങായി വളരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അടിപൊളി ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിലെ സ്വാഗർ മാൻ വിശാഖ് നായർ ഒരു രക്ഷയില്ല. വിശാഖിൻ്റെ കുറച്ച് മാനറിസവും സ്വാഗുണ്ട്. ചെയ്യാൻ പറ്റും ഇയാൾ. ഞാൻ എപ്പോഴും വിശാഖിൻ്റെ സിനിമകൾ കണ്ടതിന് ശേഷം പറയാറുണ്ട്, ഒരു ഹോളിവുഡ് റേഞ്ചൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പക്കയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. അതേപോലെ വില്ലൻ ഷെയ്ഡിൽ വരുന്ന സമയത്ത് ഒരു പ്രത്യേക തരം ഒരു സ്വാഗ് ഉണ്ട് ഈ ചങ്ങായിക്ക്. അത് വളരെ അടിപൊളിയായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അർജുൻ അശോകൻ നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ബോഡിയാണെന്നുണ്ടെങ്കിലും അർജുൻ അശോകൻ്റെ പിന്നെ എന്താ പറയുക, കൊച്ചി ബേസ്ഡ് ആയതുകൊണ്ട് അർജുൻ അത്രയ്ക്ക് കൂടുതലായിട്ട് കയ്യിൽ നിന്നിട്ട് എഫേർട്ട് ഇടാനില്ല. ഒരു OG കൊച്ചി സാധനം അർജുൻ അശോകനുള്ളത് കൊണ്ട് തന്നെ അത് വളരെ ഭദ്രമായിരുന്നു. അർജുൻ അശോകൻ്റെ കയ്യിൽ സാവിയോ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ. പിന്നെ റോഷൻ ഫസ്റ്റ് ഹാഫിൻ്റെ ഒരു ഇൻ്റർവെൽ ആകുമ്പോഴത്തേക്കാണ് റോഷൻ്റെ ക്യാരക്ടർ വരുന്നത്. റോഷൻ്റെ ക്യാരക്ടറിന് ഈ സിനിമയെ തുടക്കം മുതൽ ഫസ്റ്റ് ഹാഫ് കഴിയുന്നത് വരെ കൊടുക്കുന്ന ഒരു പഞ്ചിനൊത്ത എൻട്രി എന്ന് പറയില്ലേ, അങ്ങനത്തെ എൻട്രിയാണ് റോഷൻ വന്നിട്ട് പിന്നെ അങ്ങോട്ടുള്ള റോഷൻ്റെ സെക്കൻഡ് ഹാഫ് മുതലുള്ള ആ ക്യാരക്ടറിൻ്റെ വെട്രി എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ മൊത്തത്തിലുള്ള ഒരു ലുക്കും നടത്തവും ആ ക്യാരക്ടർ ഡെലിവർ ചെയ്യുന്ന ഓരോ ഫ്രെയിമുകളൊക്കെ ഉണ്ടല്ലോ, പവറാണ് സാധനം. വെട്രി എന്ന് പറഞ്ഞാൽ പവറാണ്. അത് റോഷൻ്റെ കയ്യിൽ നല്ല അടിപൊളിയായിട്ട് ഇരുന്നു. ഇഷാൻ ഇവരെല്ലാം കണക്ട് ചെയ്യുന്ന ഒരു ലിങ്ക് പോലെ ഇതിനിടയിൽ കടന്ന് കളിക്കുന്നുണ്ട്. ഇഷാൻ്റെ ക്യാരക്ടർ ലിറ്റിൽ എന്നാണ് പേര്. ഈ ലിറ്റിൽ പല സമയത്തും ഒരു ഹീറോയിക് സാധനമൊക്കെ കൊണ്ടുവരാൻ നോക്കുന്നതൊക്കെ രസമായിട്ടുണ്ട്. സിദ്ദിഖ് അത്യാവശ്യം അങ്ങനെ ഭയങ്കരമായിട്ട് ചെയ്യാനൊന്നുമില്ല സിദ്ദിഖിന്. എനിക്ക് അവിടെയൊക്കെയാണ് ഈ പടത്തിൻ്റെ, അതായത് ഇതിൻ്റെ ക്ലൈമാക്സ് ആകുമ്പോഴത്തേക്ക് ചില ക്യാരക്ടേഴ്സിൽ കിട്ടാതെ പോയ കുറച്ച് ഡെപ്ത് ഓർ ക്ലാരിറ്റി ഉണ്ട്. ആ ക്ലാരിറ്റി കുറഞ്ഞൊരു ക്യാരക്ടറായി പോയി സിദ്ദിഖിൻ്റെ. പിന്നെ റാഫി ഉണ്ട്. അങ്ങനെ കുറേയധികം പേര്, തെസ്നീഖാൻ ഇതിൽ വളരെ വൈറ്റലായിട്ടുള്ള റോൾ ചെയ്തിട്ടുണ്ട്. കാരണം ഫസ്റ്റ് ഹാഫ് മൊത്തം ഒരു റെസ്ലിംഗ് ബിൽഡപ്പ്, അതിൻ്റെ ആംബിയൻസ്, ആ ഫ്രണ്ട് സർക്കിള്, പിന്നെ ഈ ബ്രദർ കണക്ഷൻ, ഇതിലൂടെ പോയ പടം സെക്കൻഡ് ഹാഫ് ആയപ്പോഴത്തേക്ക് ഇതിൻ്റെ ഫേസ് ചേഞ്ച് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തൊരു ഇന്നർ സ്റ്റോറി ഉണ്ട്. ഈ ഇന്നർ സ്റ്റോറി അതിനകത്ത് വരുന്ന പാസം എലമെൻറ്റിൽ വരുന്ന വിള്ളൽ, ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ, നിങ്ങൾ തിയേറ്ററിൽ കയറി, കാരണം പാസം എലമെൻറ്റിൽ പറ്റുന്ന വിള്ളൽ, അതുകൊണ്ട് ഉണ്ടാവുന്ന ബ്രദേഴ്സ് തമ്മിലുള്ള ക്ലാഷ്, ഇതാണ് സെക്കൻഡ് ഹാഫ് മൊത്തം പോകുന്നത്. അതും ഇടിയിലൂടെ തന്നെയാണ് പോകുന്നത്. സെക്കൻഡ് ഹാഫിൻ്റെ ക്ലൈമാക്സ് പോർഷനൊക്കെ എത്തുമ്പോഴത്തേക്കാണ് എനിക്കിതിൽ ക്യാമിയോ മമ്മൂട്ടിയുടെ ഒട്ടും മറക്കായില്ല എന്ന് പറഞ്ഞാൽ ഒട്ടും മറക്കായില്ല. കാരണം ആ ഒരു
ക്യാരക്ടറിന് അത്രയും നേരം കൊടുത്ത ബിൽഡപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഹൈ ബിൽഡപ്പാണ് ആ ഒരു ക്യാരക്ടറിന്. ഓക്കെ, അതിൻ്റെ ആ ഒരു എക്സ്പെക്റ്റേഷൻ ലെവലിൽ അതുവരെ ഈ പടം ടോപ്പാണ്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കിയാലും ടോപ്പാണ്. അതിൻ്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് നോക്കിയാലും സിനിമാറ്റോഗ്രാഫി നോക്കിയാലും ഇപ്പോൾ കമ്പോസേഴ്സ് ആയിട്ടുള്ള മുജീബ് മജീദ്, ശങ്കർ എഹ്സാൻ ലോയിഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ കാണുന്നുണ്ട് IMDbയിൽ. സിനിമാറ്റോഗ്രാഫി ആനന്ദ് സി ചന്ദ്രൻ, എഡിറ്ററൊക്കെ നല്ല പണിയെടുത്തിട്ടുണ്ട്. പ്രവീൺ പ്രഭാകർ, ആർട്ട് ഡയറക്ടർ പ്രത്യേകിച്ച് പറയണം സുനിൽ ദാസ്, കോസ്റ്റ്യൂം പറയണം. കാരണം ഇതിനകത്ത് പറയുന്നത് ഒരു കോസ്റ്റ്യൂം റെസ്ലിങ്ങിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, കോസ്റ്റ്യൂം റെസ്ലിംഗ് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ കോസ്റ്റ്യൂംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണത്. സോ മെൽവി ജെ അടിപൊളിയായിട്ട് അതിൻ്റെ കോസ്റ്റ്യൂം പരിപാടികൾ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫിൻ്റെ ലാസ്റ്റ് വരെയും നമുക്ക് പീക്ക് സാറ്റിസ്ഫിക്കേഷൻ തരുന്ന രീതിയിൽ പടത്തിൻ്റെ നറേഷനും ഫ്രെയിമും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും കിണ്ണം കാച്ചിയ അഭിനയവും എല്ലാം കൊണ്ടും ഇങ്ങനെ പറന്നു പോയിരുന്ന പടത്തിന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ക്യാമിയോ വരുന്നതോടുകൂടി പടം കത്തുന്നതാണ് സംഗതി. ക്യാമിയോ വന്നതോടുകൂടിയിട്ട് ഞാൻ പറയും ഈ പടം ഇരുന്നു. ഈ പടം ഒരു 0.1% എങ്കിലും ഇരുന്നത് ആ ക്യാമിയോൻ്റെ മുകളിലാണ്. കാരണം ആ ക്യാമിയോ ഒട്ടും എനിക്ക് വർക്കായില്ല, എനിക്കത് ഡെലിവർ ചെയ്ത പോലെ തോന്നിയില്ല. ആ ക്യാമിയോ ഇത്രയും കാശ് മുടക്കി നിങ്ങൾക്ക് മമ്മൂട്ടിയെ തന്നെ കൊണ്ടുവരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. കാരണം ഇതിലൊരു സ്റ്റാർ, ഒരു സൂപ്പർ സ്റ്റാർ, അങ്ങനത്തെ ഒരു എലമെൻറ്റ് മാത്രം ഉണ്ടെങ്കിൽ പടം വർക്ക് ചെയ്യും. അല്ലാതെ തന്നെ ഈ പടം വർക്കായിരുന്നു. 99% ഈ പടം അല്ലാതെ ഇവരാരും ആവശ്യമില്ല. ദ ബിഗ് എൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലെങ്കിലും പടം അല്ലാതെ തന്നെ ഭയങ്കര കിണ്ണനായിട്ട് പോകും. കാരണം ജെൻസി ക്രൗഡിനൊക്കെ ഭയങ്കരമായിട്ട് ആഘോഷിക്കാൻ പറ്റുന്ന രീതിയിൽ ഇവർ ഡെലിവർ ചെയ്യുന്നുണ്ട്. ഡയറക്ടർ പണിയെടുത്തിട്ടുണ്ട്, ബാക്കി ടെക്നീഷ്യൻസ് പണിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കഥയാണെങ്കിലും നറേഷൻ ആണെന്നുണ്ടെങ്കിലും അതിനൊക്കെ ഓരോ രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് മൊത്തം ടീം വർക്ക് അതിൽ ഭയങ്കര വിസിബിൾ ആയിരുന്നു. പക്ഷേ ചില ഫോർമുലാസ് ഉണ്ടല്ലോ, ഇങ്ങനെ ഒരു പ്രൊഡ്യൂസറിൻ്റെ കയ്യിൽ കാശുണ്ട് എന്നാൽ പിന്നെ ഒരാളെ കൊണ്ടുവന്നാൽ കത്തും എന്നുള്ള രീതിക്ക്. എനിക്കെന്തോ അത് ഒട്ടും വർക്കായില്ല. മമ്മൂക്കാടെ ഒരു ക്യാമിയോ വന്നതിന് ശേഷം ആ ഒരു വാൾട്ടർ എന്ന് പറഞ്ഞ ക്യാരക്ടറിന് അതുവരെ കൊടുത്ത ബിൽഡപ്പ് ഒന്നും ആ ബോഡി ലാംഗ്വേജിലോ ആ ഡയലോഗ് ഡെലിവറിയിലോ ആ വാൾട്ടറിന് വേണ്ടി വെച്ച സീനുകളിലോ ഒന്നും ഡെലിവർ ആവാത്തൊരു ഫീലിംഗ് ഭയങ്കരമായിട്ട് അടിച്ചു. പിന്നെയും ക്ലൈമാക്സ് പീക്ക് അടിച്ചത് ഈ പറഞ്ഞ വേറൊരു സിറ്റുവേഷൻ അതിനകത്ത് വന്നതുകൊണ്ടാണ്, വേറൊരു അടി വന്നതുകൊണ്ടാണ് അതിലൊരു പീക്ക് സാധനം വന്നിട്ടുണ്ടായിരുന്നത്. അല്ലാത്ത പക്ഷം ആ ക്യാരക്ടർ ഭയങ്കര മിസ്പ്ലേസ് ആയ പോലെ തോന്നി. എനിക്കതൊരു മിസ്കാസ്റ്റ് ആയ പോലെ തോന്നി എനിക്ക് ആ ക്യാരക്ടർ. അത് എന്തോ അവരെ ഇഷ്ടം, പക്ഷെ എനിക്കത് വർക്കായില്ല. എനിക്ക് ഒട്ടും അത് വർക്കായില്ല. ലൈക്ക് എനിക്ക് ആ ക്യാരക്ടറും അത് പ്ലേ ചെയ്ത രീതിയും ഒന്നും വർക്കല്ല. എനിക്ക് അവിടെ മാത്രമാണ് ഈ പടം ഇരുന്ന് പോയ പോലെ ഫീൽ ചെയ്തത്. ആൻഡ് കുറച്ച് ഇതിനകത്തുള്ള ക്യാരക്ടേഴ്സിലും ടുവേർഡ്സ് എ ടെയിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ കഥയിൽ ക്ലാരിറ്റി ഇല്ലായ്മയും ഒരുപാടുണ്ട്. ചില ക്യാരക്ടേഴ്സിന് ഒരു ക്ലാരിറ്റി ഇല്ല, വെറുതെ വന്നിട്ട് അങ്ങോട്ട് ഇരുന്ന് അടി മേടിച്ച് പോയ പോലത്തെ ഒരു ഫീലും തോന്നി. അത് മാത്രമാണ് ഇത് ഇരുന്നത്. അതുവരെ, അതായത് ക്ലൈമാക്സ് സീന് വരെ, ക്യാമിയോ വരുന്ന വരെ പടം റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഓരോ അടിയിലും ഉണ്ടല്ലോ, അതിങ്ങനെ ഫീലാവണ അടി, അതിനുള്ള നറേഷൻ അങ്ങനെ തന്നെയാണ് അവർ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഫോർ മീ എനിക്ക് പടം വർക്കാണ്, നല്ല വർക്കാണ് പടം. ഞാൻ പറഞ്ഞ സൈലൻറ്റ് ഇടി ബാങ്കർ ആയിരിക്കും ഇത് മലയാളത്തിൽ. കാരണം അപ്പം ചത്താപ്പച്ച പാട്ടൊക്കെ നല്ല, നോർമലി കാറിൽ കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ ഞാൻ ആദ്യമായിട്ട് യൂട്യൂബിൽ കണ്ടപ്പോഴും എനിക്ക് അത്ര വർക്കായില്ലെങ്കിലും ഇതിനകത്ത് സിനിമയ്ക്കകത്ത് ആ സാധനത്തിന് നല്ല ഇമ്പാക്റ്റ് ഉണ്ടാവും ആ ഒരു സോങ്ങിന്. അങ്ങനെ ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ കിണ്ണം പടം, അടിപൊളി പടം, നല്ല പെർഫോമൻസ് ഫ്രം അർജുൻ അശോകൻ, റോഷൻ, വിശാഖ്, ഇഷാൻ, എല്ലാവരും. ആൻഡ് നമ്മുടെ FC ബോയുടെ ബ്രദർ, എല്ലാവരും കിണ്ണനായിട്ട് പെർഫോം ചെയ്യും. FC ബോയുടെ ബ്രദർ മാത്രമല്ല കേട്ടോ, അവരെ കൂട്ടത്തിലുള്ള ബാക്കി കാസ്റ്റിലുള്ള ചെക്കന്മാരും, കിളി എന്ന് പറഞ്ഞിട്ടുള്ള നൈട്രോ കിളി എന്ന് പറഞ്ഞിട്ടുള്ള ലേഡി ക്യാരക്ടർ ഉണ്ട് ഇതിനകത്ത്. അവർ മറ്റേ റെയ്മിസ്റ്റീരിയ പറന്നടിക്കണോ അതിൻ്റെ സാധനമൊക്കെ അടിച്ചിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര രസമായിരുന്നു. അതിനെ അടിപൊളിയായിട്ട് കുട്ടി ചെയ്തിട്ടുണ്ട്. തെസ്നീഖാൻ കുറച്ച് ഇതിന് ശേഷം നല്ലൊരു ക്യാരക്ടറാണ് തെസ്നീഖാൻ്റെത്. അങ്ങനെ മൊത്തത്തിൽ പടം അടിപൊളിയായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. എനിക്ക് എന്തോ ക്യാമിയോ മാത്രമാണ് ഭയങ്കര ലോ ആയിട്ട് തോന്നിയത്. മസ്റ്റ് വാച്ച് എന്ന് ഞാൻ പറയും, ബിക്കോസ് അത്രയും ഉണ്ട് പടം. അടിപൊളി റേഞ്ച് ഇടി പടം കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ മറ്റേ വേറെ ഇടിപ്പടങ്ങളിൽ കാണുന്ന ആ ഐറ്റം അല്ല, ഇത് നിങ്ങളുടെ നൊസ്റ്റാൾജിയനെയും കൂടി തൊടുന്ന കുറച്ച് ഐറ്റങ്ങളാണ്. നമുക്ക് പല മൂവുകളും കാണുമ്പോൾ പണ്ട് നമ്മൾ സ്പിയർ ചെയ്യുന്നുണ്ട്, F5 ചെയ്യുന്നുണ്ട്, FU ചെയ്യുന്നുണ്ട്, അങ്ങനെ കണക്റ്റായി പോകാൻ പറ്റുന്ന ഒരു ഐറ്റം, മനസ്സിലായോ? അപ്പോൾ എനിക്ക് ഭയങ്കര പടം വർക്കാണ്. എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറ.